ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അതേ വീട്ടിൽ ഇതുപോലെ കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർ കഴിക്കാനായിട്ട് മടി കാണിക്കൂലേ? എൻ്റെ വീട്ടിലെ പിള്ളേർ അങ്ങനെയാണ് കേട്ടോ, കഴിക്കത്തില്ല. ഈ ഒരു കളറിൽ പഴം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ അവരെ കഴിപ്പിക്കാനായിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ചെയ്യും. അപ്പോൾ ഇതിൽ വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമുക്ക് കാണാം. ഇനി നമുക്കിതിലേക്ക് ആ പഴത്തിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് ഇവിടെ മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ തേങ്ങ ചിരകി എടുക്കുന്നുണ്ട്. ഈ ചിരകി എടുത്തതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് അതിൽ നിന്ന് പാല് മാറ്റിയെടുക്കാം. അതുപോലെ 2 പ്രാവശ്യം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കാരണം നല്ല കട്ടി തേങ്ങാപ്പാലായിട്ട് എടുക്കുന്നതാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇവിടെ തേങ്ങാപ്പാലൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശർക്കരയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ശർക്കര നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ അതേ നമുക്ക് ആ ഒരു പഴം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം, വട്ടത്തിലോ അല്ലെങ്കിൽ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും ക്യൂബ്സ് ആയിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു പഴം കട്ട് ചെയ്തതിലേക്ക് നമുക്ക് ആദ്യം തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ എടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരപ്പാനിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത് കേട്ടോ. ശർക്കരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നിർബന്ധമായിട്ടും ഇതിങ്ങനെ വെക്കണം. എന്നിട്ടൊന്ന് കൂളാക്കിയിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അപ്പം തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പഴം വേറിട്ടും തേങ്ങാപ്പാൽ വേറിട്ടും ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് പഴം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന ഒരു പരുവാവും കേട്ടോ. കുതിർന്നങ്ങ് പോകുന്നില്ല, പക്ഷെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും അറിയായിരിക്കും, ഇനിയിപ്പോൾ അറിയില്ലാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.